ചെയ്തോ ഞാൻ പറഞ്ഞു. എന്നിട്ടും അവരെന്നെ ചെയ്തില്ല. നോർമൽ ഡെലിവറിക്ക് വേണ്ടി ഇങ്ങനെ ആക്കിയതാ. മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർ നോർമൽ ഡെലിവറി ആക്കി എടുത്തതാ, അവരുടെ ബിസിനസിന് വേണ്ടിയിട്ട്. എന്റെ കൊച്ചു പോയില്ലേ ഇപ്പൊ. നോർമൽ എന്ന് പറഞ്ഞ് പബ്ലിസിറ്റി പരസ്യം വെച്ച് കഴിഞ്ഞാൽ നോർമൽ തന്നെ ആവണമെങ്കിൽ അത് ആവൂല. ആകാത്തതിനോ തിരികെ കൊടുക്കേണ്ടി വരും. പുഷ് ചെയ്തിട്ടൊന്നും പറ്റുന്നില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്തോ എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ അവരെ നോർമലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ വരും ബേബി ഇപ്പൊ വരും എന്ന് പറഞ്ഞ് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. NS നെബ് എഴുതിയിരുന്നത് ഒരു IV കൊടുത്തേ. എന്റെ ദൈവം, IV അഡിനൽ ആരെങ്കിലും കൊടുക്കുവോ? എന്ത് ചെയ്യാനാ, കൊടുത്തു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എന്റെ ദൈവം, IV നമ്മൾ എമർജൻസിയിൽ പോലും കൊടുക്കൂല. എനിക്കറിയാം. ഒട്ടും റെസ്പോൺസീവ് അല്ല കൊച്ച് മനസ്സിലായിട്ടില്ലല്ലോ. അവർക്ക് മനസ്സിലാകാതിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഇല്ല ഒന്നുമില്ല. ഓക്കെ, ഞാൻ ഒന്ന് നോക്കട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫൈസലിനെ വിളിക്കാം. എൻ്റെ ചേച്ചി ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു പുള്ളിക്കാരിയുടെ പ്രസവം. കിൻഡറിലാണ് കാണിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. പുള്ളിക്കാരി ഓൾറെഡി ഒരു ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് അവിടുത്തെ സർവീസോ അവരുടെ രീതികളൊന്നും ശരിയല്ല എന്ന് മനസ്സിലായിട്ട് പുള്ളിക്കാരി എന്നിട്ട് അവിടുത്തെ ചെക്കിങ് നിർത്തിയിട്ട് പിന്നെ രാജഗിരിയിലേക്ക് മാറിയതാണ്. ഞാൻ രാജഗിരിയിലേക്ക് മാറ്റിയപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു എന്തുകൊണ്ടാണ് കിൻഡറിൽ നിന്ന് മാറ്റി. അപ്പോൾ പറഞ്ഞ് അവരുടെ ഇതൊന്നും കറക്റ്റ് ശരിയല്ല, അവരുടെ രീതികളൊന്നും കറക്റ്റ് അല്ല. കാരണം ഓൾറെഡി പുള്ളിക്കാരി ഡോക്ടറായത് കാരണം പുള്ളിക്കാരിക്ക് ഒരു അറിവുണ്ടല്ലോ. എന്നിട്ട് അവിടെ നിന്ന് മാറ്റിയതായിരുന്നു. അത്രയും കംപ്ലൈൻറ്റ്സ് ആണ് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് ഉള്ളത്.